എടുത്തിട്ട് വീടിന് മുമ്പിൽ ലോൺ ഉണ്ടാക്കുന്നവരാണ് നമ്മൾ. അവിടെ വെള്ളമൊക്കെ ഒഴിക്കുക, പൂക്കില്ല, അവധില്ല അതിന് പൂക്കാൻ, വെള്ളം വേണ്ട. പിന്നെന്താ, രാത്രി ഉറക്കമില്ലാത്ത വൃക്ഷമാണ് കൊന്ന. നമ്മളൊക്കെ സുഖമായിട്ട് കിടന്നുറങ്ങുമ്പോൾ അതിങ്ങനെ പ്രവർത്തിച്ചുകൊണ്ടിരിക്കും. കൊന്നത്തൈൻ്റെ തടിയില്ലേ, തടി, ആ മരം, ആ തടി എടുത്തിട്ടാണ് ഏറ്റവും മനോഹരമായ സംഗീതം ഉണ്ടാക്കുന്ന ഇടയ്ക്ക. ഇടയ്ക്ക കേട്ടിട്ടുണ്ടോ? ഇടയ്ക്കയുടെ കുറ്റി, ഇങ്ങനെ ഒരു ഷേപ്പ്, തോലൊട്ടിക്കുന്നതിന് മുമ്പുള്ള അതുണ്ടാക്കുന്നത് ഈ കൊന്നത്തൈൻ്റെ തടിയിൽ നിന്നാണ്. ഞാനിതൊക്കെ പറയാൻ കാരണം ഞാൻ പൂരങ്ങളുടെ നാട്ടുകാരനായതുകൊണ്ടാണ്. നിങ്ങൾക്ക് നാട്ടിൽ തെയ്യം പോലെയാണ് ഞങ്ങൾക്ക് നാട്ടിൽ പൂരം. പിന്നെ മാത്രമല്ല, നമുക്ക് സ്വന്തമായിട്ടുള്ളത് എന്താണ് ഇന്ന് ഈ ലോകത്ത്? ഈ ലോകത്ത് നമുക്ക് സ്വന്തമായി പലതും നഷ്ടപ്പെട്ടുകൊണ്ടിരിക്കുകയാണ്. മാത്രമല്ല, എല്ലായിടത്തും പാമ്പാക്കും. താഴത്ത് നോക്കണ്ട, ചിലപ്പോൾ പാമ്പില്ല, എവിടെ ഉണ്ടാവില്ല. പണ്ട് പാട്ട് പാടിയത് രാഘവ മാഷ്ടർ പാട്ടിൽ പറയുന്നത്, പാമ്പുകൾക്ക് മാളമുണ്ട്, പറവകൾക്ക് ആകാശമുണ്ട്, മനുഷ്യപുത്രന് തല ചായ്ക്കാൻ മണ്ണിലിടമില്ല എന്നാണ് വയലാർ, മഹാനായ വയലാർ രാമവർമ്മ എഴുതി. നമ്മുടെ തലശ്ശേരിക്കാരനായ നമ്മുടെ മഹാഗുരു, വയലാറും ഗുരു, മഹാഗുരുവായ രാഘവൻ മാസ്റ്റർ എഴുതിയ പാട്ട്. പക്ഷെ ഇന്നത് മാറണം, മാറ്റി പറയണം. പാമ്പുകൾക്ക് മാളമില്ല, പറവകൾക്ക് ആകാശമില്ല. ആകാശത്ത് മുഴുവൻ മിസൈലുകൾ അങ്ങോട്ടും ഇങ്ങോട്ടും പറന്നുകൊണ്ടിരിക്കുക. നമ്മുടെ കേരളത്തെ ഒരു സമ്പദ് രാഷ്ട്രമാക്കി, അല്ലെങ്കിൽ നമ്മുടെ വെറുതെ വേണ്ട, കേരളത്തിൻ്റെ ബിസിനസ്സിൽ 65% നാം പങ്കുപറ്റുന്ന നമ്മുടെ ഗൾഫ് മേഖലയിലുള്ള ആളുകളുടെ ജീവിതം പ്രതിസന്ധിയിലാവുകയും അത് നമ്മളെ ബാധിക്കുകയും ചെയ്തിരിക്കുകയാണ്. അപ്പോൾ ആകാശത്ത് പറവകളല്ല പറക്കുന്നത്, വേറെന്തോ സാധനങ്ങളാണ്. മനുഷ്യപുത്രന് തലചായ്ക്കാൻ അന്നും ഇന്നും മണ്ണിൽ ഇടക്ക് കുറവാണ്. പക്ഷെ മനുഷ്യപുത്രന്മാരെ മനുഷ്യരായി കാണുന്ന ആളുകളാണ് വ്യാപാരികൾ, വ്യവസായികൾ എന്ന് ഞാൻ വിശ്വസിക്കുന്നു. കാരണം നിങ്ങളെ ഏതെങ്കിലും കാര്യത്തിന് സമീപിച്ചു കഴിഞ്ഞാൽ നിങ്ങൾ കൊടുക്കുന്ന, മനുഷ്യന് നൽകുന്ന പ്രതീക്ഷയും സാമൂഹ്യ സേവനം എന്ന ലക്ഷ്യത്തിലൂടെ നിങ്ങൾ ചെയ്യുന്ന കാര്യങ്ങളെല്ലാം തന്നെ വളരെ മഹത്തരമാണ്. ഈ മെർച്ചൻ്റ് അസോസിയേഷൻ്റെ അല്ലെങ്കിൽ വ്യാപാരികളുടെ ഒരുപാട് സുഹൃത്തുക്കൾ എൻ്റെ നാട്ടിലുണ്ട്. പലപ്പോഴും പല പ്രസിഡന്റുമാരും എൻ്റെ നാട്ടുകാരായിരുന്നു ഒരു കാലത്ത്. ഇപ്പം അങ്ങനെയല്ല എന്നാണ് തോന്നുന്നത്. എനിക്ക് ആണോ പലരും ഉണ്ട്. അപ്പം അങ്ങനെ ഇത്രയും ആമുഖമായി പറഞ്ഞത് എന്താ വെച്ചാൽ, നിങ്ങളുടെ ഈ സംഘടനയ്ക്ക് എൻ്റേതായ ഒരു ആശംസ നേരാൻ വേണ്ടിയിട്ടാണ്. ഏറ്റവും കുടുംബം, വീട് എന്ന് പറയുമ്പോൾ ഇന്നിപ്പോൾ വീട്ടിലും നാട്ടിലും ഏറ്റവും തിരക്ക് പിടിച്ച മനുഷ്യൻ്റെ കൈകൾക്ക് യാതൊരു സ്വാതന്ത്ര്യമില്ലാത്ത കാലമാണ്. എന്താ കാരണം? എല്ലാവരുടെയും കയ്യിൽ, എൻ്റെയും കയ്യിൽ മൊബൈൽ ഫോണാണ്. ആ സാധനമില്ലെങ്കിൽ ജീവിതം ഒരു നിമിഷം, ഞാൻ ആലോചിക്കുകയാണ്, ഒരു നിമിഷം നമ്മുടെ കയ്യിൽ 1 മിനിറ്റ് അല്ല, ഒരു 5 മിനിറ്റ് ഓഫ് ആവണം, കംപ്ലീറ്റ് ഓഫ് ആവണം, എല്ലാം നിൽക്കണം. എന്ത് സംഭവിക്കും? വട്ട് പിടിച്ചു. ഒരു ദിവസം ഒരു പ്രത്യേക ഒരു നിയമം പാസ്സാവുകയാണ്. കേരളത്തിലുള്ള എല്ലാ ജനങ്ങളുടെ അവരുടെ മൊബൈൽ ഫോണുകൾ ഒരു പ്രത്യേക സ്ഥലത്ത് കൊണ്ടുപോയി നിക്ഷേപിക്കുക എന്ന് വന്നു കഴിഞ്ഞാൽ, ഈ മൊബൈൽ ഫോൺ നാം എത്ര കൊണ്ടിടുന്നോ ആ മൊബൈൽ ഫോണിൻ്റെ ഉയരം കൊണ്ട് തന്നെ, അതിടുന്നതിൻ്റെ വ്യാസം കൊണ്ട് തന്നെ സഹ്യപർവ്വതം പോലും നാണിച്ച് തല താഴ്ത്തും. അത്ര മൊബൈൽ ഫോണാണ് ഓരോരുത്തരുടെ കയ്യിൽ. മൊബൈൽ ഫോണിന് 3 കാര്യങ്ങളാണ് ചെയ്യാനുള്ളത്. അതെന്തൊക്കെയാണ്? മൊബൈൽ ഫോൺ സൃഷ്ടിസ്ഥിതി സംഹാര വസ്തുവാണ്. സൃഷ്ടി എന്ന് പറഞ്ഞാൽ എന്താ? ജനിപ്പിക്കുക. അത് എൻ്റെയൊക്കെ വിശ്വാസപ്രകാരം പറയുന്നത് സൃഷ്ടി ബ്രഹ്മാവിൻ്റെയാണ്. സൃഷ്ടിക്കുക. ഏറ്റവും മനോഹരമായ സൃഷ്ടികൾ നാം കാണുന്നത്, ഏറ്റവും മനോഹരമായ അറിവുകൾ നമുക്ക് കിട്ടുന്നത്, നമുക്ക് കുട്ടികൾ പഠിക്കുന്നത്, നമ്മൾ എന്താ പറയേണ്ടത്, സന്ദേശങ്ങൾ അയക്കുന്നത്, നമുക്ക് ഭക്ഷണം വരുന്നത്, നമുക്ക് മറ്റൊരാളോട് കിന്നാരം പറയുന്നത്, നമ്മളൊരാളോട് ശണ്ട കൂടുന്നത്, നമ്മളെല്ലാം ആ സൃഷ്ടിപരമായ ആ മൊബൈൽ ഫോണിലൂടെയാണ്. സൃഷ്ടി, അത് സ്ഥിതിയുമാണ്. നമ്മുടെ സ്ഥിതിയാണ് ഇന്നത്തെ സ്ഥിതി. ഒരാളുടെ കയ്യിൽ 3, 4, 5 മൊബൈലൊക്കെയാണ് സ്ഥിതി, ഈ സ്ഥിതിവിശേഷം. പക്ഷെ അത് സംഹാര വസ്തുവാണ്. അതാണ് അതിലൂടെ നമ്മൾ നടത്തുന്ന ക്യാരക്ടർ അസസിനേഷൻ എന്ന് പറഞ്ഞാൽ, നമുക്കൊരാളോട് ഒരു എതിരഭിപ്രായം ഉണ്ടെങ്കിൽ നോക്കി ചിരിക്കുകയും ഫേസ്ബുക്കിലൂടെയും വാട്സാപ്പിലൂടെയും അവൻ്റെ അടപടലം അവനെ തകർക്കുകയും ചെയ്യുന്ന നടപടികൾ വ്യാപാരി വ്യവസായികളുടെയും മെർച്ചൻ്റ് അസോസിയേഷൻ്റെ ഉള്ളിലുണ്ടാവും തോന്നുന്നില്ല. ചിലപ്പോൾ ഉണ്ടാവാം. ഒരാളെ സ്വഭാവഹത്യ നടത്തി
അവനെ സമൂഹത്തിന് മുമ്പിൽ നാറ്റിച്ച് ഇല്ലാത്ത കഥകൾ പ്രചരിപ്പിച്ച് അവന് എതിരെ ദുഷ്ടത പ്രചരിപ്പിച്ച്, ഒരു തെറ്റും ചെയ്യാത്തവനാണല്ലോ ഈ ചെയ്യുന്നത്. വേറൊരാളെ ഇയാൾ ഒരു തെറ്റും ചെയ്യില്ല ഈ ചെയ്യുന്നവൻ. അങ്ങനെ മറ്റൊരുത്തിനെ നശിപ്പിക്കാൻ വേണ്ടി ഉപയോഗിക്കുന്ന ഒന്നാണ്, സംഹാര വസ്തുവാണ്. അതാണ് ഈ മൊബൈൽ ഫോൺ. സൃഷ്ടിസ്ഥിതി സംഹാരത്തിൻ്റെ ഏറ്റവും ആധുനികമല്ല, ആധുനികോത്തരമായ ഒരു ഉപകരണമാണ് നമ്മുടെ കയ്യിലിരിക്കുന്നത്. ഇന്നത്തെ അല്ല, നാളത്തെയും ഇനിയുള്ള കാലത്തും അത് തന്നെയായിരിക്കും. അപ്പോൾ നമുക്കതിനെ സൃഷ്ടിയായിട്ട് ഉപയോഗിക്കാം, അതിനെ നമ്മുടെ സ്ഥിതിയായിട്ട് ഉപയോഗിക്കാം. ഒരിക്കലും അതിനെ സംഹാര വസ്തുവായി ഉപയോഗിക്കാതിരിക്കട്ടെ എന്ന് നമുക്ക് പ്രാർത്ഥിക്കാം. ഈ മനോഹരമായ ജനക്കൂട്ടത്തെ കാണുമ്പോൾ കേരളം എന്ന് പറയുന്ന കിഴക്ക് സഹ്യപർവ്വതത്തിൽ തലവെച്ച് പടിഞ്ഞാറ് അറബിക്കടലിൽ കാല് കഴുകി, ഒരു കൈ അങ്ങ് തലപ്പാടിയിലും മറ്റേ കൈ അങ്ങ് ഇടിച്ചക്ക പ്ലാമൂട് എന്ന് പറയുന്ന തിരുവനന്തപുരം ജില്ലയുടെ കന്യാകുമാരിക്ക് ഇപ്പുറത്തുള്ള സ്ഥലത്തുമായിട്ട് നീണ്ട് മലർന്ന് ചരിഞ്ഞ് കിടക്കുന്ന ഒരു സ്ഥലമാണ് ഈ കേരളം. ലോകത്തിന് ഇതുപോലൊരു ആധുനികതയും ടെക്നോളജിയും എല്ലാം ഒരുപോലെ അനുഭവിക്കുകയും ലോകത്തിൻ്റെ സ്പന്ദനങ്ങൾ അതാ നിമിഷം അറിയുകയും ലോകത്തെ മറ്റൊരു ദിശയിലേക്ക് നയിക്കാൻ പ്രാപ്തരുമായ ഒരുപാട് തലച്ചോറുള്ള മനുഷ്യർ ഉള്ള ഒരു സ്ഥലമാണ് കേരളം. അപ്പം അതുകൊണ്ട് ആ കേരളത്തിലൂടെ ഒന്ന് യാത്ര ചെയ്യുമ്പോൾ എന്തൊക്കെ തരം മനുഷ്യരാണ് കാണുക. ഇപ്പം ഞാൻ പറയാം, ഞാൻ ഇന്നിപ്പോൾ വരുമ്പോൾ ഞാൻ വന്ദേ ഭാരതിൽ ഇങ്ങനെ വന്നുകൊണ്ടിരിക്കുമ്പോൾ ഞാൻ തൃശ്ശൂരിൽ നിന്നാണ് കയറിയത്. അത് നടുക്കുള്ള സ്ഥലമാണ്. KL 8 ആണ് എൻ്റെ ജില്ല. നിങ്ങൾ KL 14 അല്ലേ? 15 ആയോ? 16 14 കണക്ക്. 16 വണ്ടിയുടെ കണക്ക്, വണ്ടീൻ്റെ അല്ല. 1 2 3 4 5 6 7 8 അങ്ങനെ നോക്കുമ്പോൾ 14ാമത്തെ അല്ലേ ജില്ല? 14 ആണ്, 14. അപ്പോൾ ഞാനിങ്ങനെ ട്രെയിനിൽ കയറുമ്പോഴാണ് ഞാൻ ഈ വൈവിധ്യമാർന്ന, ഇന്നും കണ്ടു കുറേ മനുഷ്യന്മാരെ. ഒരു ട്രെയിനിൻ്റെ അകത്തേക്ക് കയറുമ്പോൾ കുറേ ആളുകൾ ഇങ്ങനെ ഇരിക്കുന്നു, തിയേറ്ററിലെ പോലെ ഇതുപോലെ സീറ്റിൽ ഇങ്ങനെ ഇരിക്കുന്നു. ഞാനിങ്ങനെ കടന്നു വരുമ്പോൾ എന്നെ കണ്ട ഉടനെ തിരുവനന്തപുരത്തുകാരെ എന്നിട്ട് പരിപാടികളുണ്ടാ ഇവിടെ പാടത് എന്ന് ചോദിച്ചു. തിരുവനന്തപുരത്ത് അങ്ങനെയാണ് പറയുക, പരിപാടികളുണ്ടാ? നമ്മൾ ആ പരിപാടി ഉണ്ട്. ഇന്ന് എവിടെയാണ് പരിപാടികൾ? ഞാൻ പറഞ്ഞു ഇന്ന് കാസർഗോഡാണ്. കാസർഗോഡ് എന്തൊരു പരിപാടികൾ? ഷൂട്ടിങ്ങുകൾ തന്നെ. ഞാൻ പറഞ്ഞു ഷൂട്ടിംഗ് അല്ല പിന്നെ എന്താ? ഞങ്ങളുടെ സ്റ്റേജ് പരിപാടി. സ്റ്റേജിൽ എന്തെറ്റി? അണ്ണൻ്റെ കാരിക്കേച്ചറുകൾ തന്നെ. ഇതിലൊക്കെ നിങ്ങൾ ശ്രദ്ധിച്ചോ? എല്ലാം ബഹുവചനമാണ് പറഞ്ഞത്. പരിപാടികളുണ്ടാ, ഷൂട്ടിങ്ങുകൾ തന്നെ, കാസർഗോഡുകളിൽ തന്നെ എന്ന് പറയുന്ന തിരുവനന്തപുരത്തുകാർ 4 പേര് ഇവിടെ ഇറങ്ങി. ഞാനും രാധാകൃഷ്ണനും കൂടി മറ്റേ ബ്രിഡ്ജ് കയറുമ്പോൾ ആ തിരുവനന്തപുരത്തുകാരൻ കട്ടാക്കടക്കാരൻ പറഞ്ഞു ഇവിടെ പരിപാടികൾ തന്നെ, അത് ഷൂട്ടിങ്ങുകളാ. വീണ്ടും ചോദിച്ചു തിരുവനന്തപുരത്തുകാർ. ഈ നമ്മൾ ഈ ഉപയോഗിക്കുന്ന മൊബൈൽ ഫോണിൽ ഏറ്റവും കൂടുതൽ നമ്മൾ ഉപയോഗിക്കുന്ന സാധനത്തിൻ്റെ പേരാണ് വാട്സാപ്പ്. വാട്സാപ്പ് ഇല്ലെങ്കിൽ എല്ലാവരും മരിച്ചു കാലത്തഞ്ച്. വാട്സാപ്പ് വർക്ക് ചെയ്യുന്നില്ലെങ്കിൽ ഒരാൾക്ക് ഹാർട്ട് അറ്റാക്ക് വന്നു എൻ്റെ നാട്ടിൽ. കാരണം വാട്സാപ്പ് വർക്ക് ചെയ്യുന്നില്ല. ഹാർട്ട് അറ്റാക്ക് ജസ്റ്റ് അടിച്ചു. കൊണ്ടുപോയി ഡോക്ടർ നോക്കി പറഞ്ഞു ഹാർട്ട് അറ്റാക്ക് അല്ല, അത് ഗ്യാസ് കയറിയതാണ്. ടെൻഷൻ അടിച്ചാൽ ഇവിടെ ആസിഡ് കയറി കഴിഞ്ഞാൽ അത് മുകളിലേക്ക് അടിക്കും. അപ്പോൾ എന്താ സംഭവം ചോദിച്ചപ്പോൾ പറഞ്ഞു എന്താ കാരണം നിങ്ങൾക്ക് ഇങ്ങനെ വരാൻ? ഇന്ന് കാലത്ത് വാട്സാപ്പ് വർക്ക് ചെയ്തില്ല. അപ്പോൾ വാട്സ്ആപ്പ് എന്ന് പറഞ്ഞാൽ അത് ഏത് ഭാഷയാണ്? ഇംഗ്ലീഷ് അല്ല, അത് മലയാളമല്ല, തിരുവനന്തപുരം ഭാഷയാണ്. കാരണം വാട്സ് എന്ന് പറഞ്ഞാൽ എന്ത്, അപ്പം വാട്സ് എന്ന് പറഞ്ഞാലോ എൻ്റെ ആപ്പ് എന്ന് പറഞ്ഞാൽ അപ്പികളെ എന്നാണ്. തിരുവനന്തപുരത്ത് കുട്ടികളെ എങ്ങനെയാണ് വിളിക്കുക? ഞാൻ പണ്ടൊരു കല്യാണത്തിന് പോയതാ. എൻ്റെ ഒരു 8ാം ക്ലാസ്സിൽ പഠിക്കുന്ന സമയത്ത് ഞാൻ വളരെ ദൂരമുണ്ടല്ലോ തിരുവനന്തപുരത്തേക്ക്. ഞങ്ങൾ സെൻട്രൽ ഓഫ് സ്റ്റേറ്റ് ആണ്. ഇങ്ങോട്ടുള്ള ദൂരം തന്നെ അങ്ങോട്ടുണ്ട്, ചിലപ്പോൾ ഇങ്ങോട്ട് ദൂരം കൂടും. അങ്ങനെ കല്യാണ ഹാളിൽ ചെല്ലുന്നു, വെള്ളം കുടിക്കുന്നു. മഞ്ഞ നിറത്തിൽ, നല്ല മഞ്ഞയാണ്, കട്ടും മഞ്ഞയായിട്ടുള്ള വെള്ളം ഇങ്ങനെ കുടിക്കുന്നു, ആസ്വദിച്ച് കുടിക്കുകയാണ്. അപ്പോൾ കുടുംബത്തുകാരനോട് ചോദിച്ചു യാത്രകളൊക്കെ സുഖങ്ങളായിരുന്നാ? സുഖം തന്നെയായിരുന്നു. വെള്ളങ്ങൾ കുടിക്കണം, ഇവിടുത്തെ അപ്പികൾ കലക്കിയ വെള്ളങ്ങൾ തന്നെ വാ. ഞങ്ങളൊക്കെ ഞെട്ടിപ്പോയി. അപ്പി മഞ്ഞ നിറമാണ്. കുറച്ച് കഴിഞ്ഞപ്പോഴാണ് മനസ്സിലായത് കുട്ടികൾ കലക്കിയ വെള്ളമാണെന്ന്. അതാണ് ഓരോ സ്ഥലത്ത്. തിരുവനന്തപുരത്ത് എന്നെയൊക്കെ കണ്ടാൽ ഇപ്പോഴും ഒരു തിരുവനന്തപുരത്തേനെ കണ്ടു കഴിഞ്ഞാൽ അണ്ണ പരിപാടികൾ വരുമ്പോഴത്തേനെ എന്തിനണ്ണ എന്ന് പറയും. അപ്പോൾ അങ്ങനെയുള്ള ഒരു കൊല്ലം ജില്ലക്കാരനെ കണ്ടു കഴിഞ്ഞാൽ എന്തോ എന്തുവാ എന്ന് പറയും അവര്. പിന്നെ പത്തനംതിട്ട ജില്ലയിലോട്ട് വന്നാൽ ദോണ്ട് എന്നാ ഒരു വീടാ, എന്നാ ഒരു പരിപാടിയാ, എന്നാ സൗകര്യങ്ങളാ എന്ന് പറയും. കോട്ടയത്തോട്ട് വന്നാലോ തമാശക്ക് ഇവിടെ എന്താ പറയാ,
കാസർഗോഡ് ജില്ലയിൽ ഒരു തമാശ അല്ലേ, ഒരു തമാശ, ഒരു രസം, ഒരു രസം പറയാം. കോട്ടയത്ത് തമാശയ്ക്ക് വളിപ്പ് എന്നാ പറയാ. ഞാൻ പ്രോഗ്രാം ചെയ്യുമ്പോൾ ആ സ്റ്റേജിൽ കയറി 4 വളിപ്പങ്ങ് അടിച്ചേക്കണം. ഞാൻ വിചാരിച്ചത് എന്താ കുഴപ്പം, അപ്പൊ തമാശക്ക് വളിപ്പെന്ന് പറയാം. പിന്നെ അയാൾ പറയണേ എൻ്റെ അച്ഛനൊരു നല്ല വളിപ്പനായിരുന്നു എന്ന്. അത് നിന്നെ കണ്ടപ്പോഴേ മനസ്സിലായെന്ന് എനിക്ക് പറയാൻ തോന്നിയില്ല. കാരണം വളിപ്പ് എന്ന് പറഞ്ഞ തമാശയാണ് കോട്ടയം ജില്ലയിൽ. എന്നാ പറയാനാ, എന്നാ ഉള്ളതോ, അങ്ങനെ ശബ്ദം ഉണ്ടാക്കുന്ന ആൾക്കാരാണ് കോട്ടയത്തില്. നാളെ ഇപ്പോൾ റിസൾട്ടൊക്കെ വരാൻ പോവാണ്. ഏതൊക്കെ തരത്തിലുള്ള ആളുകളാണ് അവ കോട്ടയത്തുനിന്നും കൊല്ലത്തുനിന്നും തിരുവനന്തപുരത്തുനിന്നും. നാളെ കാലത്തൊരു 8 മണി മുതൽ നല്ല രസമല്ലേ. ഞാനത് ആസ്വദിക്കാൻ വേണ്ടി ഇങ്ങനെ കാത്തിരിക്കുക. എന്തെല്ലാം മനക്കോട്ടകൾ കെട്ടുകയും ചിലത് തകരുകയും ചിലർ ഉദിച്ചുയരുകയും ചിലർ അടപടലം ഇല്ലാതാവുകയും ഒക്കെ ചെയ്യുന്ന ഒരവസ്ഥയാണ് കാണാൻ കഴിയുക. നാളെ കാലത്ത് മുതൽ കാത്തിരിക്കാം. ഞങ്ങളുടെ നാടായ തൃശ്ശൂർ പേരിലൊക്കെ ചില ആളുകളുണ്ട്. കൊല്ലം ജില്ലയിൽ നിന്ന് വന്നിട്ട് തൃശ്ശൂർ വന്നിട്ട് ഒരു കുഴപ്പമില്ലെന്നാണ് ഞാൻ പറയുന്നത് കേട്ടോ. ഞാനങ്ങ് എടുത്ത് പൊക്കി ഒരുവിധം കൊണ്ടുവച്ചിരിക്കുക. എങ്ങോട്ടാണ് വീഴുക എന്ന് എനിക്കറിയാൻ പാടില്ല. അത്ര എങ്ങോട്ടാണ് പോകുന്നത്, അദ്ദേഹത്തിന്റെ പേര് ആ പാർട്ടിക്കാരൻ മറ്റാണോ അല്ല. അപ്പൊ അങ്ങനെ. പിന്നെ കൊച്ചിയിലെ എറണാകുളത്ത് എത്തിക്കഴിഞ്ഞാൽ നിങ്ങ പോണിയാണ് എന്നാണ് ചോദിക്കുന്നത്. നിങ്ങ കാണാണ് പോണത്, നമ്മതെക്കാട്ടാണ്, അവമ്മടെക്കാട്ടാണ്, അവങ്ങത്തെ കിഴക്കാട്ടാണ്, എനക്കറിയാൻ പാടില്ല എന്ന് പറയുന്നവർ. പിന്നെയാണ് ഞങ്ങളുടെ തൃശ്ശൂർ ജില്ല. എന്ത് പറഞ്ഞാലും താളാത്മകമായിട്ടാണ് പറയാ. ജയരാജേട്ടൻ എന്തുട്ട് പരിപാടി ഇഷ്ട, എന്തുട്ട് പരിപാടി ഇഷ്ട എന്നൊരാൾ പറയണമെങ്കിൽ ഒന്ന് ആലോചിച്ച് നോക്കൂ. എന്തുട്ടിയുടെ പാടത്, ജാതി പരിപാടിയാണല്ലോ, വെടിക്കെട്ടുണ്ടായില്ലേ, ആകാശത്തേക്ക് പോയില്ലല്ലോ ഇപ്രാവശ്യം, എന്തുട്ടിയുടെ പാടത് എന്ന് പറയുന്നു. തൃശ്ശൂർക്കാരില്ല, ഒന്ന് കൈ നോക്കിയ തൃശ്ശൂർക്കാര് എന്താ ഗടികളെ നമ്മളെ കണ്ടിട്ടൊരു മൈൻഡിയത്ത്. കൊടുങ്ങല്ലൂരാ, കൊടുങ്ങല്ലൂർ ഇന്നലെ ഞാൻ കൊടുങ്ങല്ലൂരായിരുന്നു. കൊടുങ്ങല്ലൂർ പറയുന്നത്, കൊടുങ്ങല്ലൂർ ഏകദേശം ഇവിടുത്തെ ഭാഷ പോലെയാ. പറഞ്ഞല്ല, നമ്മുടെ ഒരാഗ്രഹൂണ് എന്ന് പറയുന്ന ആൾക്കാരാ കൊടുങ്ങല്ലൂര്. പാലക്കാട്ടുകാർ പറയുന്നത് ഓട്ടട പരിപാടി കണ്ടിട്ട് ചിരിച്ച് 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 2 തലയെണ്ണിക്കൊന്ന് റെയിലിൽ വെച്ചിരുന്നു ഓ എന്ന് പറയുന്ന പാലക്കാട്ടുകാര്. മലപ്പുറത്തൊക്കെ പോകുമ്പോൾ ഹോട്ടലുകളുടെ പേര് നോക്കണം. വിധി പോലെ എന്നാണ് ഹോട്ടലിന്റെ പേര്. നമ്മൾ ചോദിച്ചു, ഹലോ ഇപ്പൊ എവിടെ നിൽക്കുന്നത്? ഞാനിവിടെ ഹോട്ടലിൻ്റെ അടുത്ത് നിൽക്കുക. എന്താ ഹോട്ടലിന്റെ പേര്? ഹോട്ടൽ വിധി പോലെയാണ് അത്രേ. അവിടെ ചെന്ന് എന്ത് കഴിച്ചാലും നമ്മുടെ വിധി പോലെ ഇരിക്കും ഭക്ഷണം. ഹോട്ടൽ വിധി, ഹോട്ടൽ വിധി പോലെ. പിന്നെ വേറെ ഒരു ഹോട്ടലിന്റെ പേരാണ് തുടങ്ങി കുടുങ്ങി. എന്താ പറയുക, കടക്കാരൻ ഇങ്ങനെ ഇരിക്കും, എന്ത് പറ്റി, നമ്മൾ തുടങ്ങി കുടുങ്ങി പെട്ടുപോയി. പിന്നെ വേറെ ഹോട്ടലിൽ പേര് കുറ്റിപ്പുറം ഭാഗത്ത് കണ്ടതെന്ന് വെച്ചാൽ വന്നോളി തിന്നോളി കുടിച്ചോളി പൊക്കോളി. ഹോട്ടലിന്റെ പേരാ വന്നോളി തിന്നോളി പൊക്കോളി എന്ന് പറയുന്ന മലപ്പുറം ജില്ല. പിന്നെ കോഴിക്കോട് ജില്ലക്കാര്, നിങ്ങളുടെ ഉഷാർ പരിപാടി കേട്ടോ. നിങ്ങളുടെ പരിപാടി, നിങ്ങൾ ജറാജ് വരണം, നിങ്ങളുടെ പരിപാടി ഉഷാറാ, നിങ്ങളുടെ പരിപാടി ഇല്ല കോഴിക്കോട് പരിപാടി എന്ന് പറയുന്ന ആൾക്കാരാണ്. കണ്ണൂക്കാരാ, ആടെ പോയിന പാടിയിടിയും പോയി ചേച്ചീൻ്റെ ഒപ്പരം കീഞ്ഞി പാഞ്ഞി എന്ന് പറയുന്ന കണ്ണൂക്കാര്. പക്ഷെ കാസർഗോഡ് ജില്ലയിൽ എത്തിക്കഴിഞ്ഞാൽ എല്ലാം കൂടി കലർത്തിയിട്ടാണ് നിമ്മ, നിങ്ങൾ ഏടിയോ ഉള്ളത് എന്ന് പറയുന്ന ആൾക്കാർ. അപ്പം അങ്ങനെ ഈ സമ്മിശ്രമായ ഒരു ഭാഷ ഉള്ള നമ്മൾ മലയാളികൾ. പക്ഷെ ഈ മലയാളികൾ എല്ലാവരെയും